Ars Riva TV, a unique experience for the whole world. അപ്പോൾ അതുപോലെ തന്നെ ബൈബിൾ പണ്ഡിതന്മാർ അല്ലെങ്കിൽ ദൈവശാസ്ത്രജ്ഞന്മാർ പറയുന്ന കാര്യമുണ്ട്, ഈശോയുടെ സപ്തപ്രവൃത്തികൾ 7 പ്രവൃത്തികളാണ് വിശുദ്ധ കുർബാന. അപ്പോൾ നമുക്ക് കാണാം, ഈശോ അപ്പം എടുത്തു, 7 പ്രവൃത്തികൾ എടുത്തു, വാഴ്ത്തി, വിഭജിച്ചു, കൊടുത്തു. ആസ എടുത്തു, വാഴ്ത്തി, വിഭജിക്കാൻ പറ്റില്ല, കൊടുത്തു. അപ്പോൾ 7 പ്രവൃത്തികൾ. അപ്പോൾ നമ്മൾ പ്രവൃത്തിപരമായിട്ട് നോക്കുമ്പോൾ കൃത്യമായിട്ട് 4 പ്രവൃത്തികളേ ഉള്ളൂ. എടുത്തു, വാഴ്ത്തി, വിഭജിച്ചു, കൊടുത്തു. അപ്പോൾ നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ 4 വാക്കുകൾ ഒത്തിരിയേറെ പ്രധാനപ്പെട്ടതാണ്. അത് നമ്മുടെ കുർബാനയുടെ സ്ട്രക്ചറിലൊക്കെ നമുക്കത് കാണുവാൻ പറ്റും. പ്രിയമുള്ള സൗരീസവന്മാരെ, അതിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മൾ അതോടൊപ്പം തന്നെ നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ചിന്ത കൂടിയുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ വിശദമായിട്ട് പിന്നീട് പഠിക്കുന്നത് കൊണ്ട് അതിൽ ഇപ്പം ആ ഒരു 4 വാക്കുകളിലേക്ക് നമ്മളിപ്പോൾ ആഴത്തിൽ പോകുന്നില്ല എന്നുള്ള കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. ഇനി നമ്മൾ കാണുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ദൈവവചനത്തിൻ്റെ ആ കാലഘട്ടത്തിന് ശേഷമുണ്ടായ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കാലഘട്ടത്തിലുണ്ടായ ഗ്രന്ഥങ്ങൾ കൂടെ നമ്മൾ വിശകലനം ചെയ്യുന്നത് ഇത്തരണത്തിൽ നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്. ബൈബിള് എഴുതപ്പെടുന്ന കാലഘട്ടം അതായത് ഒരു 95-100, അതായത് ആദ്യത്തെ നൂറ്റാണ്ടോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ 2-ാം നൂറ്റാണ്ട് മുതലുള്ള കാലഘട്ടത്തിൽ പിന്നെ ബൈബിള് ഇല്ല, ബൈബിളിൻ്റെ ഗ്രന്ഥങ്ങളൊന്നും എഴുതപ്പെടുന്നില്ല. അപ്പോൾ ആ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ ഒരു സൂചന നമ്മുടെ കുർബാനയുടെ ഈ വികാസം എങ്ങനെ ഉണ്ടായി. അപ്പോൾ അത് ആദിമസഭയിൽ തന്നെ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ്. പെന്തക്കോസ്ത് തിരുനാൾ മുതൽ കുർബാന അർപ്പിച്ച് പോന്നിരുന്നു. അപ്പോൾ ആ പോന്നിരുന്ന കുർബാനയുടെ ചില സൂചനകൾ കാലഘട്ടത്തിലൂടെ എങ്ങനെ അത് വികസിച്ചു എന്നുള്ളതിൻ്റെ ഒരു സൂചന നൽകാൻ വേണ്ടി കൂടെ നമ്മൾ അതിനെ ഒന്ന് വിശകലനം ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ എഴുതപ്പെട്ട 2 പ്രധാനപ്പെട്ട കൃതികളും അതിനുള്ള 1-2 സൂചനകളും ഒന്ന് നൽകി ഞാൻ പോവുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥമാണ് ഡിഡാഹെ എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രബോധനങ്ങൾ, അതായത് അപ്പസ്തോലന്മാരുടെ ശ്രീഹന്മാരുടെ പ്രബോധനങ്ങളുടെ ഒരു സമാഹാരമായിട്ട് വേണം ആ ഗ്രന്ഥത്തെ കാണുവാൻ. അപ്പോൾ AD 150 എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമായിട്ടാണ് അതിനെ പൊതുവെ ഇന്ന് ചരിത്രകാരന്മാരെല്ലാം ഗണിക്കുക. ആ ഒരു കാലഘട്ടത്തിലാണത്. അപ്പോൾ അതിൻ്റെ തർജ്ജമകളൊക്കെയാണ് നമുക്ക് ഇന്ന് ലഭ്യമായിട്ടുള്ളത്. പല സഭകളിലും അതിൻ്റെ തർജ്ജമകൾ ഉണ്ടായിട്ടുണ്ട്. കോപ്റ്റിക് സഭയിലും കോപ്റ്റിക് ലാംഗ്വേജിലൊക്കെ ഉള്ള തർജ്ജമകളുണ്ട്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അവിടെ പറയുന്ന ഒരു സൂചന ഇതാണ്, അതായത് നമ്മൾ no one should eat or drink of the Eucharist unless they have been baptized into the name of the Lord. For concerning this also did the Lord say, give not that which is holy to the dogs. അപ്പോൾ വിശുദ്ധമായവ നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കരുത് എന്ന് പറയുന്ന ഈശോയുടെ ഒരു പദപ്രയോഗത്തിന്റെ പശ്ചാത്തലത്തിൽ അപ്പോൾ സാധാരണക്കാരായ, അതായത് മാമോദീസ സ്വീകരിക്കാത്ത ആളുകൾ വിശുദ്ധ കുർബാന സ്വീകരിക്കരുത് എന്ന് കൃത്യമായ ഒരു സൂചന ഈ AD 150 എഴുതപ്പെട്ട ഡിഡാഹെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ നൽകുന്നുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ വിശുദ്ധമായ വസ്തുക്കൾ നായ്ക്കൾക്ക് എറിഞ്ഞു കൊടുക്കരുത് ഈശോ പറയുന്ന പദപ്രയോഗം നമുക്കറിയാം. അപ്പോൾ അതിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ അത് ഇതിൻ്റെയാണ് ഉദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ട്, ഇതുകൂടെ ഒരു ഉദ്ദേശം കൂടി ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഡിഡാഹെ എന്ന് പറയുന്ന ഈ ഒരു 2-ാം നൂറ്റാണ്ടിലുണ്ടായ ഗ്രന്ഥം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അവിടെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള വ്യക്തമായ പരാമർശം നമുക്കവിടെ കാണുവാൻ പറ്റും. അപ്പോൾ മാമോദീസ സ്വീകരിച്ച ആളുകൾക്ക് മാത്രമാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനുള്ള അവകാശം ഉള്ളത്. അപ്പോൾ നമ്മുടെ കുർബാനയിലെ സിറോ മലബാർ കുർബാനയിലെ പ്രത്യേകിച്ചും പ്രാസക്രമത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ജീവൻ അടയാളം സ്വീകരിക്കാത്തവർക്ക് പോകാം എന്ന് പറയുന്ന കുറച്ച് പരാമർശങ്ങളുണ്ട്. അത് ഡീക്കന്മാർ നടത്തുന്ന പരാമർശങ്ങളാണ്. അപ്പോൾ മാമോദീസ സ്വീകരിക്കാത്തവർക്ക് പോകാം, വിശുദ്ധ കുർബാന സ്വീകരിക്കാത്തവർക്കും പോകാം എന്ന് പറയുന്നു. അപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരണം നമ്മൾ കുർബാനയുടെ അർപ്പണത്തിൻ്റെ ഭാഗമാണ്, അവിഭാജ്യ ഘടകമാണ് എന്നുള്ളത് കൂടെ വ്യക്തമായിട്ട് ആദിമസഭ മനസ്സിലാക്കിയിരുന്നു. നമ്മുടെ സഭയിൽ അത് വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് നമ്മുടെ കുർബാന ക്രമത്തിൻ്റെ മധ്യഭാഗത്തുള്ള ആ ഒരു ഡിസ്മിസൽ സർവീസ് എന്നാണ് ഇത് പറയുന്നത്. മറ്റുള്ളവരെ പുറത്താക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുവരെ വചന ശുശ്രൂഷയുടെ ഭാഗം വിശ്വാസികളും അവിശ്വാസികളും ഒരുമിച്ച് വചനം കേട്ടിരുന്നു, അതിൻ്റെ സൂചനയാണ്.
അപ്പോൾ ഇനിയും രണ്ടാം ഭാഗം എന്ന് പറയുന്നത് മാമോദീസ സ്വീകരിച്ച വിശ്വാസികൾക്ക് വേണ്ടി മാത്രമുള്ള ഭാഗമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് വചനം കേൾക്കുവാൻ വന്ന മാന്യ സഹോദരന്മാരെ, നിങ്ങൾ ഇവിടെ പിന്നെ പറയുന്നു വാതിലുകൾക്ക് കാവൽ നിൽക്കുവാൻ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് എന്നുള്ളൊരു ബോധ്യം ജനത്തിന്, ആരാധനാ സമൂഹത്തിന് കൊടുക്കുവാൻ വേണ്ടിയാണ് സഭയുടെ പാരമ്പര്യത്തിൽ ഇങ്ങനെയൊരു കർമ്മം കടന്നു വന്നത്, ഡിസ്മിസൽ സർവീസ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. അപ്പോൾ അതൊക്കെ എന്തുമാത്രം പ്രാധാന്യത്തോടു കൂടി സഭ അനുഷ്ഠിച്ചിരുന്നു എന്നതിൻ്റെ സൂചന നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ 150 എഴുതപ്പെട്ട, 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തിന് വ്യക്തമായ സൂചന ഉണ്ട്, വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഉണ്ട് എന്നുള്ളത്. അത് മാമോദീസ സ്വീകരിച്ചവർക്ക് മാത്രമേ അതിനുള്ള യോഗ്യതയുള്ളൂ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെയും അന്യമതസ്ഥരായ ആളുകൾ വിശുദ്ധ കുർബാന സ്വീകരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തെറ്റായ പതിവ് നമ്മൾ ഒത്തിരി സഭ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് ഒരു ദുഃഖകരമായ കാര്യമാണ്. അവർ അമ്പലത്തിൽ പോകുമ്പോൾ അവർ കിട്ടുന്ന നൈവേദ്യം പോലെ ഒരു വസ്തുവായിട്ട് മാത്രം കാണുന്ന ഒരവസ്ഥയിൽ അവർ അതിനെ സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും അപകടകരമാണ്. അപ്പം അതുകൊണ്ട് സഭ എന്നും കൃത്യമായി പറയുന്ന, നിഷ്കർഷിക്കുന്ന ആ നിയന്ത്രണങ്ങൾ നമ്മൾ കൃത്യമായി പാലിക്കുവാനും ആളുകൾക്ക് പറഞ്ഞു കൊടുത്തുകൊണ്ട് തന്നെ അവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുവാനും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന മാമോദീസ സ്വീകരിച്ച ആളുകൾ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ വിശുദ്ധ ബലിവസ്തുക്കൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ ഭാഗമായിട്ട് മാറുന്നുണ്ടെങ്കിൽ മാത്രമേ ആ കുർബാന അർത്ഥപൂർണ്ണമാവുകയുള്ളൂ എന്നുള്ള കാര്യം കൂടെ നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് 9ാമത്തെ ഖണ്ഡികയിലാണ് ഈ ഒരു പരാമർശം നമ്മൾ കാണുക, ഡിഡാഹെ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ. ഇനി അടുത്ത ഒരു ഗ്രന്ഥത്തെക്കുറിച്ച് നമ്മളിന്ന് വിശകലനം ചെയ്യാൻ പോവുകയാണ്. ഡിഡസ്കാലിയ അപ്പസ്തലോരും എന്നാണ് അതിൻ്റെ ഒരു ചുരുക്കരൂപം. AD 250 സിറിയയിൽ എഴുതപ്പെട്ട ഒരു ഗ്രന്ഥമായിട്ടാണ് ഇത് കണക്കാക്കപ്പെടുക. AD 250. അപ്പോൾ 3-ാം നൂറ്റാണ്ടായി. അപ്പോൾ 3-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ ഗ്രന്ഥത്തിലും വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ പൂർണ്ണമായ പേരിങ്ങനെയാണ്: ടീച്ചിങ് ഓഫ് ദ 12 അപ്പോസ്റ്റൽസ് ആൻഡ് ദ ഹോളി ഡിസൈപ്പിൾസ് ഓഫ് അവർ ലോർഡ്. അതായത് ഈശോയുടെ വിശുദ്ധരായ ശിഷ്യന്മാരുടെയും 12 അപ്പസ്തോലന്മാരുടെയും പ്രബോധനങ്ങൾ എന്ന പേരിലാണ് ഡിഡസ്കാലിയ എന്ന് പറയുന്ന ഈ 3-ാം നൂറ്റാണ്ടിലെ ഗ്രന്ഥം അറിയപ്പെടുക. അപ്പോൾ അത് എത്രമാത്രം പ്രാധാന്യമാണ്, അതിൻ്റെ ആ ഒരു ടൈറ്റിൽ പോലും, ആ പുസ്തകത്തിൻ്റെ പേര് പോലും എത്രമാത്രം ശ്രേഷ്ഠമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. അവിടെ നമ്മൾ കാണുന്നൊരു കാര്യം ഇതാണ്: ഈ കുർബാന അർപ്പണത്തിന് നമ്മൾ നിഗ്ലക്റ്റ് ചെയ്യരുത്, എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിനെ അവഗണിക്കരുത് എന്നുള്ളൊരു ആഹ്വാനമാണ് ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അത് തീർച്ചയായും വിശ്വാസികൾക്കുള്ളതാണ്. അപ്പോൾ വിശ്വാസികൾ നമ്മുടെ ഞായറാഴ്ചകൾ, കടമുള്ള തിരുനാളുകൾ വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുമ്പോൾ, ഇന്ന് സഭ നമുക്ക് ആ ഒരു ആദിമകാലങ്ങൾ അങ്ങനെയായിരുന്നു, ഞായറാഴ്ചകൾ മാത്രമേ കുർബാന അർപ്പണം ഉണ്ടായിരുന്നു. ഓരോ സഭകളിൽ ഇന്നും അങ്ങനെയുള്ള പാരമ്പര്യം തുടരുന്ന സഭകളുണ്ട്. എന്തുമായിക്കൊള്ളട്ടെ, ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: സഭ നമുക്ക് ഇന്ന് അനുദിനം ബലിയർപ്പിക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, അത് വലിയൊരു ഭാഗ്യമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ പരമാവധി വിശുദ്ധ കുർബാനയെ സംബന്ധിക്കുക, വിശുദ്ധ കുർബാന സ്വീകരിക്കുക, അതോടുകൂടി നമ്മൾ ഈശോയുടെ തിരുശരീര രക്തത്തിൻ്റെ ഭാഗമായിട്ട് മാറുക. അപ്പോൾ നമ്മളൊരു വിശുദ്ധ കുർബാനയായി മാറുന്നു, ചലിക്കുന്ന സക്രാരികളായിട്ട് മാറുന്നു എന്നുള്ള ഒരു പ്രതിഭാസം നമ്മുടെ ജീവിതത്തിൽ നടക്കേണ്ട ഒരു കാര്യമാണ്. അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ രണ്ടാമതൊരു കാര്യം കൂടെ നമ്മളവിടെ കാണുന്നത്, ഈ വിശുദ്ധ കുർബാന അർപ്പണ അവസരത്തിൽ വചനപ്രഘോഷണത്തിനെ തുടർന്ന് ലോകമാസകലമുള്ള സഭകൾക്ക് വേണ്ടി ഉള്ള ഒരു ധർമ്മശേഖരം സമാഹരിക്കുവാനുള്ള ആഹ്വാനവും നമുക്കവിടെ കാണുവാൻ പറ്റും. അപ്പോൾ നമ്മൾ ചിന്തിക്കരുത്, അപ്പോൾ ഈ അടുത്ത കാലത്ത് എവിടെയോ അച്ഛന്മാർ കണ്ടുപിടിച്ചൊരു പുതിയ സംവിധാനമാണ് എന്ന് നമ്മൾ കരുതരുത്. അപ്പോൾ സഭയുടെ ആദിമ നൂറ്റാണ്ട് മുതൽ തന്നെ സഭയുടെ പൗലോസ്ലീഹ തന്നെ ഇവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്: നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ സഭകളെ സഹായിക്കുവാൻ വേണ്ടിയുള്ള സമാഹരണം ഫണ്ട് നിങ്ങൾ സ്വീകരിക്കണം, ഞാൻ എൻ്റെ ശിഷ്യനെ അയക്കാമെന്നൊക്കെ പറയുന്ന പൗലോസ്ലീഹയുടെ പ്രബോധനങ്ങൾ നമുക്ക് സുപരിചിതമാണ്. അപ്പോൾ ആദിമ സഭയിൽ തന്നെ ഈ ഒരു പാരമ്പര്യമുണ്ടായിരുന്നു. അപ്പോൾ കഷ്ടപ്പെടുന്ന, ക്ലേശിക്കുന്ന സഭകൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള സഭകൾക്ക് വേണ്ടി നമ്മുടെ ഔദാര്യത്തിൽ നിന്ന് നമ്മൾ കൊടുക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ക്രിസ്ത്യൻ ചാരിറ്റിയുടെ ഭാഗമാണ്. അപ്പോൾ ഈ ക്രിസ്ത്യൻ ചാരിറ്റി ആദിമ നൂറ്റാണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബൈബിൾ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് അപ്പസ്തോല നടപടിയിൽ അതൊരു ഐഡിയൽ സഭ എന്താണെന്നുള്ളതിൻ്റെ സൂചനയാണ്. എന്ന് വെച്ചാൽ അതുപോലെ എല്ലാവരും അങ്ങനെ തന്നെ ആയിരുന്നോ എന്ന് ചോദിച്ചാൽ അതൊക്കെ വിശകലനം ചെയ്യപ്പെടേണ്ട വിഷയങ്ങളാണ്. അപ്പോൾ എങ്കിലും നമ്മുടെ അതായിരുന്നു ഐഡിയൽ.
അപ്പോൾ സഭ കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നു. ആ പ്രബോധനത്തിൽ സഭ അടിയുറച്ചു നിന്നിരുന്നു. ആ ശൈലി ജീവിക്കുവാൻ ജനത്തെ സഭ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഡിഡസ്കാലിയ അപ്പസ്തോലോരും AD 250, അതായത് 3-ാം നൂറ്റാണ്ട്. ഇനി അതുപോലെ 1-ാം നൂറ്റാണ്ട് തന്നെ നമ്മൾ കാണുന്ന മറ്റൊരു സഭാ പ്രബോധകനാണ് സെയിൻറ്റ് ജസ്റ്റിൻ ദ മാർട്ടർ, രക്തസാക്ഷിയായ സെയിൻറ്റ് ജസ്റ്റിൻ. അപ്പം അദ്ദേഹത്തിൻ്റെ പ്രബോധനങ്ങളും, അദ്ദേഹം ഒരു ഫിലോസഫറായിരുന്നു. അതുപോലെ തന്നെ സഭയുടെ ഒരു വലിയൊരു വക്താവായിട്ട് സഭയെ അന്നത്തെ കാലഘട്ടത്തിൽ പ്രബുദ്ധരായ ആളുകളുടെ മുമ്പിൽ സഭയുടെ നിലപാടുകൾ വളരെ ശാസ്ത്രീയമായിട്ട് അവതരിപ്പിക്കുന്നതിൽ വളരെ വിജയിച്ച ഒരു വ്യക്തി കൂടിയായിരുന്നു സെയിൻറ്റ് ജസ്റ്റിൻ. അപ്പം അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങളിൽ കൂടെ നമ്മളൊന്ന് കാണുമ്പോൾ ഈ ഒരു സൂചന നമുക്ക് കാണുവാൻ പറ്റും. നമ്മൾ വെറും ഒരു പൊതുവായ അപ്പം പോലെയോ പൊതുവായ ഒരു പാനീയം പോലെയല്ല നമ്മൾ വിശുദ്ധ കുർബാനയെ കാണുന്നത്. അപ്പോൾ ഇത് നമ്മൾ വിശുദ്ധ കുർബാനയെ നമ്മൾ കാണുന്നത് ഈശോ മനുഷ്യനായി ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ അവിടുന്ന് എപ്രകാരം മനുഷ്യത്തിൻ്റെ രൂപവും ഭാവവും, അതായത് ഫ്ലഷോടുകൂടി, മനുഷ്യ പ്രകൃതിയോടുകൂടി, മനുഷ്യ ശരീരത്തോട് നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടോ, അതുപോലെ തന്നെ നമ്മുടെ കർത്താവിൻ്റെ ശരീരവും രക്തവുമാണ്, അവിടുത്തെ രക്ഷയുടെ അനുഭവമാണ് നമ്മൾ വിശുദ്ധ കുർബാനയിലൂടെ സ്വന്തമാക്കുക എന്നുള്ളത് വളരെ എടുത്ത് പറയുന്നുണ്ട് സെയിൻറ്റ് ജസ്റ്റിൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സൂചനയും ഈ പറഞ്ഞ പരാമർശങ്ങളുമെല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് വായിക്കുമ്പോൾ വിശുദ്ധ കുർബാനയുടെ അർപ്പണത്തിൻ്റെ ചരിത്രപരമായ വികാസത്തിൽ എങ്ങനെയാണ് ഈ ഒരു റിവല്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ അത് സഭയെന്നും കാത്തുപാലിച്ചിരുന്ന ചില നിയതമായ രൂപങ്ങളും ഭാവങ്ങളും ഉണ്ടായിരുന്നു. അതിനുപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയലിന് സഭ ചില നിയന്ത്രണങ്ങൾ ആദ്യ നൂറ്റാണ്ട് മുതൽ വച്ചിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് കാണുവാൻ പറ്റും. അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോ കാലഘട്ടത്തിലും ഓരോ ദേശത്തിനും അനുസരിച്ച് നമ്മളതിൻ്റെ രൂപവും ഭാവവും ഒക്കെ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും കർത്താവ് സ്ഥാപിച്ച ആ വിശുദ്ധ കുർബാനയുള്ള അവഹേളനമായിരിക്കും എന്നുള്ള കാര്യം കൂടെ ഇതിനോട് ചേർത്ത് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ, നമ്മൾ ആഴത്തിൽ പഠിക്കണം. അപ്പോൾ നമ്മൾ കരുതുന്നത് പോലെ നമുക്കെല്ലാം അറിയാമെന്ന് കരുതി നമ്മൾ പല പ്രൊട്ടസ്റ്റന്റ് തിയോളജിയൻസിൻ്റെ ഒക്കെ സ്വാധീന ഫലമായിട്ട് നമ്മൾ തെറ്റായ രീതിയിൽ സഭയുടെ വിശുദ്ധ കുർബാനയെ കാണരുത്, പഠിപ്പിക്കരുത് എന്നുകൂടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ ദോമോസ് എക്ലേസിയ അല്ലെങ്കിൽ ഭവനങ്ങളിൽ കൂടിയിരുന്ന അതാണ് വിശുദ്ധ കുർബാന. അപ്പോൾ അവിടെ നമ്മൾ പൗലോസ്ലീഹ പറയുന്ന ഒരു സൂചനയും കൂടെ എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ അവിടെ ഈ പൗലോസ്ലീഹ ചില കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ നിങ്ങൾക്ക് ആഹാരം കഴിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോന്നാൽ പോരെ. അത് അഗാപ്പെ എന്ന് പറയുന്ന ഒരു മീലിൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു ആദിമസഭയിലെ വിശുദ്ധ കുർബാന അർപ്പിച്ചത്. അതിന് ബ്രേക്കിംഗ് ദ ബ്രെഡ് എന്ന് പറയുന്ന പ്രത്യേകമായൊരു പദപ്രയോഗമുണ്ട്. അപ്പം അതുകൊണ്ട് അത് നമ്മൾ കാണാതെ മനസ്സിലാക്കാതെ ഇത് വെറുമൊരു ആഹാരമാണ്, തിന്നാനും കുടിക്കാനും നിങ്ങൾക്ക് വീട്ടിലൊന്നും ഇല്ലാഞ്ഞിട്ടാണോ വന്നതൊക്കെ ചോദിക്കുന്ന പൗലോസ്ലീഹ വളരെ തീവ്രമായ വാക്ക് നമ്മൾ കാണുന്നത് ഇത് രണ്ടും വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിയും. അപ്പോൾ അതാ ഞാൻ സൂചിപ്പിച്ചത്, ഈ പദങ്ങൾ പലപ്പോഴും നമ്മുടെ തർജ്ജമകളിൽ നമുക്ക് ആ വ്യത്യാസം മനസ്സിലാവുകയില്ല. അപ്പം അതുകൊണ്ട് അതിൻ്റെ മൂലകൃതിയിലേക്ക് പോയി പഠിക്കുമ്പോൾ മാത്രമാണ് ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളും വ്യതിരിക്തതയും നമുക്കുണ്ടാവുക. അപ്പം അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, ആദിമസഭയിലെ വീടുകളിൽ കൂടിയിരുന്നു. അപ്പോൾ ആ കൂടിയുന്ന അവസരത്തിൽ അവർ അഗാപ്പെ മീൽ, അതായത് സാഹോദര്യത്തിൻ്റെ ഒരു ഭക്ഷണം അവർ ഒരുമിച്ച് കഴിച്ചിരുന്നു അല്ലെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ആ ഭക്ഷണത്തെ തുടർന്നായിരുന്നു ഈ പറഞ്ഞ അപ്പസ്തോലന്മാരുടെ പ്രബോധനം, അപ്പം മുറിക്കൽ. അത് പ്രധാനപ്പെട്ടതാണ്. അതാണ് അപ്പസ്തോല നടപടിയിലും നമ്മൾ ആ പദപ്രയോഗം തന്നെ കാണുന്നുണ്ട്. അപ്പോൾ അപ്പം മുറിക്കൽ ആ വാക്ക് പ്രധാനപ്പെട്ടത് അല്ല, മറ്റുള്ള മീലുമായിട്ട് ഇതിനെ നമ്മൾ രണ്ടും കൂടെ ഒരുമിച്ച് കണ്ടുകൊണ്ട് തെറ്റായി വ്യാഖ്യാനിക്കരുത് എന്നുകൂടെ ഞാൻ ഇതിനോട് ചേർത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ ബിബ്ലിക്കൽ അല്ലെങ്കിൽ ബൈബിൾ പശ്ചാത്തലത്തിലുള്ള വിശകലനം. അതുകൊണ്ട് ബൈബിളിലൂടെ നമുക്ക് യാത്ര ചെയ്ത് വിശുദ്ധ കുർബാനയെ കൂടുതൽ പഠിക്കുവാനും മനസ്സിലാക്കുവാൻ, വിശുദ്ധ കുർബാനയുടെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന യഥാർത്ഥ ആരാധകനായി മാറുവാൻ ഇത് അനിവാര്യമാണ്. അതുകൊണ്ട് ഈ ബോധ്യങ്ങൾ ചില വികലമായ ഭാഗികമായ നമ്മുടെ അറിവുകളെ തിരുത്തുവാനും അത് തിരുത്തി ബൈബിളിൻ്റെ പശ്ചാത്തലത്തിൽ, സഭയുടെ ചരിത്രത്തിൻ്റെ പശ്ചാത്തലത്തിൽ, സഭയുടെ ആ പൗരാണികതയുടെ പശ്ചാത്തലത്തിൽ അതിനെ മനസ്സിലാക്കിക്കൊണ്ട് വിശുദ്ധ കുർബാനയെ കൂടുതൽ ആദരിക്കുവാനും അത് കൂടുതൽ അർത്ഥപൂർണമായി നമുക്ക് പരികർമ്മം ചെയ്യുവാനും ഇടയാവട്ടെ. ഓരോ വിശുദ്ധ കുർബാന അർപ്പണം നമ്മുടെ സ്വർഗീയ അനുഭവത്തിൻ്റെ മുന്നാസ്വാദനമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. Mars Riva TV, a unique experience for the whole world.